ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഹറാഷാസ് ടൈം പാസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമുക്കതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൽ ആദ്യം മൈദ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. വടിച്ചെടുക്കുക 1 കപ്പ്, 1/2 കപ്പ് ഹോട്ട് മിൽക്ക്, 1/4 കപ്പ് ബട്ടർ, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 3 മുട്ട, വാനില എസൻസ്. ഇവയൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മളിവിടെ അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിനാദ്യം നമ്മൾ നമ്മുടെ മൈദയെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനെ ആഡ് ചെയ്യാം, നമ്മുടെ കൊക്കോ പൗഡറിനെ ആഡ് ചെയ്യാം. അടുത്തതായി നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ബട്ടറിന് ഉപ്പുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നന്നായി ഒന്ന് ഇതിനെ അരിച്ചെടുക്കാം. തട്ടും തരിയൊന്നും ഇല്ലാതെ വളരെ നൈസായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. 1-2 തവണ ഇതിനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നന്നായി സീവ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടാണിത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക്, ഉണങ്ങിയ ബൗളാണ്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ മുട്ട പതഞ്ഞു വരുമ്പോൾ വാനില എസൻസിനെ 1 ടീസ്പൂണോളം വാനില എസൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് അതിനെ പതിപ്പിച്ചെടുക്കാം. അതിലേക്ക് ബാച്ചസ് ആയിട്ട് നമ്മുടെ പഞ്ചസാരയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് പതിഞ്ഞ് ക്രീമി പോലെ ആയി വരുന്നത് വരെ നന്നായി നമുക്കൊന്ന് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ബട്ടറിനെ, നന്നായി പതഞ്ഞതിന് ശേഷം ബട്ടറിനെ ആഡ് ചെയ്യാം. അതിനെ ഒന്ന് നന്നായി മിക്സ് ആവുന്നത് വരെ 1 സെക്കൻഡ് അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഹോട്ട് മിൽക്കിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഹോട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോട്ട് ആവണ്ട, ഒരു ലൂക്ക് വാം മതി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്റർ അല്പം ലൂസായിട്ടുണ്ട്, അത് പ്രശ്നമില്ല. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഇട്ടതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് പതിയെ, ഒരുപാട് നേരം ഇട്ടടിക്കരുത്, കുറച്ച് നേരം, ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ബീറ്റർ കൊണ്ടൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടാണിത്. ഒരുപാട് നേരം അതിനെ മിക്സ് ചെയ്യരുത്, കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കതിനെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക്, ഇതാ നമ്മുടെ കേക്ക് ടിൻ, 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിലേക്ക് ഞാനിവിടെ ബട്ടർ പേപ്പറിൽ ബട്ടറൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ബാറ്ററിനെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ ആയിരിക്കണം, ചോക്ലേറ്റ് കേക്കിൻ്റേത്. ബാറ്ററിനെ ഫുള്ളായി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനെ ഒന്ന് ടാപ്പ് ചെയ്യുക, അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണിത്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാൻ. അതിലേക്ക് നമ്മുടെ ബാറ്ററിനെ ഇറക്കി വെച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് ഒരു 35 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം.
35 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന് ശരിക്കും ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിച്ചതിൻ്റെയാണ് ആ കളർ കിട്ടിയിരിക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ മതിയാകും. എൻ്റേത് ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചത്. ഇവിടെ കുത്തി നോക്കിയപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിതിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. കണ്ടില്ലേ? നമ്മുടെ കേക്ക് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്യാം. അരികൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുന്നതിനായി ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനെ ഡീമോൾഡ് ചെയ്യാവൂ. നമുക്കിതിനെ ഒരു ബേസിലേക്ക് മാറ്റാം. കണ്ടില്ലേ? നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 പീസേ ആക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ലെയർ ആക്കാവുന്നതാണ്. ഞാനിതിനെ 2 ലെയറായി ഐസിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടേൺ ടേബിളിൽ വെച്ചതിന് ശേഷം നമുക്കതിനെ മുറിച്ചെടുക്കാം. ഇനി ഈ കേക്കിനെ ഒന്ന് സോക്ക് ചെയ്യുന്നതിനായി നമുക്ക് പഞ്ചസാര ലൈന് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ കൊടുത്തതിന് ശേഷം അതിനൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മെൽറ്റായി വന്നതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഇത്രയും മതി ലൂസായിട്ടിരുന്ന്. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഐസിങ് ചെയ്യുന്നതിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന റിച്ചസിൻ്റെ ഗോൾഡ് വിപ്പിംഗ് ക്രീമാണ്. അതിനെ നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ലൂസായിരിക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് വിപ്പിംഗ് ക്രീമിനെ എടുത്ത് മാറ്റണം. എങ്കിലേ നമുക്കിതുപോലെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ബീറ്റ് ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെ നല്ല തിക്കായിട്ട് വരും നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ കേക്കിന് നമുക്ക് ഐസിങ് ചെയ്യുന്നതിനായി ബേസിൽ നമ്മളൊരല്പം ക്രീം പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കേക്കിൻ്റെ മേൽഭാഗമാണ് ബോട്ടമായിട്ട് വെക്കുന്നത്. എപ്പോഴും കേക്കിൻ്റെ അടിഭാഗത്തിനായിരിക്കും കൂടുതൽ കൃത്യമായിട്ട് ലെവലായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. മേൽഭാഗം താഴെ വയ്ക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം എത്ര വെക്കണം എന്നുള്ളത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ക്രീം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ അതിനെ ഒന്നൊരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെറി വേണമെങ്കിൽ ചെറി അതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വേറെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. തൽക്കാലം ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് അടുത്ത പീസ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ അടിയിലത്തെ പീസാണ്. അതിന് ഞാൻ മേലെ വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പഞ്ചസാര സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേയറോ ഓയിൽ ബ്രഷോ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ കേക്ക് അതിൽ നന്നായിട്ട് വെറ്റായിട്ട് ഉണ്ടാവണം. എങ്കിലേ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. കേക്ക് നന്നായി സോക്ക് ചെയ്യണം. പഞ്ചസാരയുടെ അളവ് നമ്മൾ ആദ്യം എടുത്തതിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ഈ
സോക്ക് ചെയ്യുന്ന സമയത്താണ്. നന്നായി വെറ്റായതിനു ശേഷം നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ക്രംബ് കോട്ടിംഗ് ആണ്. ഇതിൻ്റെ കേക്കിൻ്റെ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടഞ്ഞ് അതിൻ്റെ ക്രംസ് ഒക്കെ നമ്മുടെ ക്രീമിലേക്ക് പറ്റി പിടിക്കാതിരിക്കാൻ, ഐസിങ് ക്രീമിലേക്ക് പറ്റി പിടിക്കാതിരിക്കാൻ ആദ്യം ഒന്ന് നമ്മൾ ഒരു ക്രംബ് കോട്ടിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രംബ് കോട്ടിങ്ങിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. നമ്മളിവിടെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ടൊരു ചില്ലിൻ്റെ പാത്രം വെച്ചതിന് ശേഷം അതിലേക്കൊരു 20 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഗനാഷ് ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് നമുക്കിനി വിപ്പിംഗ് ക്രീമിനെ ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെവി ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചൂടൊന്ന് ചെറുതായിട്ട് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കപ്പോഴേക്കും നമ്മുടെ ക്രം കോട്ടിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ കേക്കിനെ നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നന്നായിട്ട് ക്രീം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ടേൺ ടേബിൾ പതിയെ തിരിച്ച് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സൈഡിലും എല്ലായിടത്തൂടെയും ഒരുപോലെ വെച്ച് കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് തേച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം അതിനെ ഒന്ന് ടേൺ ടേബിൾ നന്നായിട്ടൊന്ന് കറക്കി സ്പാച്ചുല ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് തവണ ചെയ്ത് ബൈ പ്രാക്ടീസിലൂടെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഏകദേശം റെഡി ആയതിനു ശേഷം നമുക്കൊരു സ്ക്രേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ അരികൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അരികും മേൽഭാഗവും ഒക്കെ കൂടുതൽ ലെവൽ ചെയ്യുന്നത് സ്ക്രേപ്പർ ഉപയോഗിച്ചാണ്. നമ്മുടെ കേക്കിനെ ഇനി നമുക്ക് ഗനാഷ് ചെയ്യാൻ ആരംഭിക്കാം. ഞാൻ പകുതി ഭാഗത്തായിട്ടാണ് ഗനാഷ് ചെയ്യുന്നത്. അതിനായി നമ്മുടെ ഗനാഷിനെ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പകുതി ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. അവിടെ ഗനാഷിനെ ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ചെറു ചൂടനെ വേണം നമ്മുടെ ഗനാഷിന് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് മുഴുവൻ ഉറച്ചു പോവും. ചെറിയ ചൂടനെ ഗനാഷിന് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്യാം. ഇങ്ങനെ നിരത്തി നമുക്ക് എന്നിട്ട് അതിനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ ഫ്ലവർ ഉണ്ടാക്കുന്നതിനായി ഞാൻ കുറച്ച് ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അതിന് കളർ കൊടുക്കാനായിട്ട് സൂപ്പർ റെഡ് ജെൽ കളറാണ് ഉപയോഗിക്കുന്നത്. അതിനെ ഫോണ്ടന്റിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോണ്ടന്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപയോഗിച്ച് ഞാനൊരു ഫ്ലവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കുന്നതിനായിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് അതിനെ ഒന്ന് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിനെ നമുക്ക് ഫ്ലവറാക്കി മാറ്റാം. എളുപ്പത്തിൽ അതിനെ ഒന്നെടുത്ത് പതിയെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫ്ലവറിന് നമുക്ക് ഫോണ്ടന്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മുടെ കേക്കിനെ അലങ്കരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ റോസാപ്പൂക്കൾ ഇത് 3 എണ്ണമാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ ഗനാഷിൻ്റെ മീതെ കൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. അതിൻ്റെ വൈറ്റ് ഭാഗത്തേക്ക് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഡാർക്ക് ഭാഗത്ത് മാത്രമായിട്ട് ചോക്ലേറ്റിനെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സിനെയും കൂടെ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്യാം. കുറച്ച് ചെറി കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയായി. അതോടൊപ്പം തന്നെ ആ വൈറ്റ് ഭാഗത്തിൻ്റെ അരികിനെ ഒന്ന് വൃത്തിയാക്കുന്നതിനായിട്ട് ഞാനൊരൽപ്പം വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടെ ഗനാഷിനെയും കൂടെ മിക്സ് ചെയ്ത ക്രീം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയ ആണ്. ഇതിനേക്കാൾ നല്ല രീതിയിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ല ഐഡിയ ഉള്ളവർക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ടൊക്കെ ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കേക്കിനെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്, അതുപോലെ ടേസ്റ്റിയുമാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് റെഡ് കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിനെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റ് ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.